ധർമ്മസ്ഥലയിൽ വീണ്ടും കുഴിച്ചുള്ള പരിശോധനയ്ക്ക് അനുമതി നൽകി കർണാടക ആഭ്യന്തര വകുപ്പ്. ഇതുവരെയുള്ള അന്വേഷണം തൃപ്തികരമായ സാഹചര്യത്തിലാണ് സാക്ഷി പറയുന്ന പുതിയ സ്ഥലങ്ങളിലും കുഴിയെടുക്കാൻ SITക്ക് സർക്കാർ അനുമതി നൽകിയത്. DGP പ്രണബ് മൊഹന്തി ആഭ്യന്തരമന്ത്രി G പരമേശ്വരയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുതിയ തീരുമാനം. വനഭൂമിയിലും സ്വകാര്യ ഭൂമിയിലും ഒരുപോലെ പരിശോധന നടത്തിയിട്ടും ഒന്നും ലഭിക്കാതായതോടെയാണ് താൽക്കാലികമായി കുഴിച്ചുള്ള പരിശോധന അവസാനിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഇത്തരം പരിശോധനകൾ നടത്തിയിരുന്നില്ല. പകരമായി പുതിയ സാക്ഷികളുടെയും പരാതിക്കാരുടെയും മൊഴി രേഖപ്പെടുത്തുകയും ശാസ്ത്രീയ പരിശോധന നടത്തിവരികയുമായിരുന്നു. ഇതിനിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ DGP പ്രണബ് മൊഹന്തി കർണാടക ആഭ്യന്തരമന്ത്രി G പരമേശ്വരയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതുവരെ ഉണ്ടായ സംഭവവികാസങ്ങൾ, പ്രാദേശികമായ സമരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ DGP മന്ത്രിയെ അറിയിച്ചു. ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കാൻ വൈകുന്നതും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ കോടതി നിരീക്ഷിക്കുന്ന കേസായതിനാൽ അന്വേഷണം വൈകിപ്പിക്കുന്നത് ശരിയല്ലെന്നും സാക്ഷി SITയോട് സഹകരിക്കുന്നില്ലെന്ന് കോടതിയെ അറിയിച്ചാൽ സർക്കാരിന് തിരിച്ചടിയാകുമെന്നും ചൂണ്ടിക്കാട്ടി കുഴിച്ചുള്ള പരിശോധന പുനരാരംഭിക്കാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനു മുന്നോടിയായി സാക്ഷിയെയും സാക്ഷി മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടു എന്ന് മൊഴി നൽകിയ വ്യക്തികളെയും ഒരുമിച്ചിരുത്തി മൊഴി രേഖപ്പെടുത്താനും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താനുമാണ് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം പഞ്ചായത്ത് നേരിട്ട് സംസ്കരിച്ച മൃതദേഹങ്ങളുടെയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെയും കണക്കുകൾ പ്രത്യേകം പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രാദേശികമായി രാഷ്ട്രീയ പാർട്ടികൾ സമരവുമായി എത്തിയാൽ ലോക്കൽ പോലീസ് നേരിടുമെന്നും SIT ദൗത്യവുമായി മുന്നോട്ടു പോകുമെന്നും ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ സാക്ഷി പറയുന്ന 50-ലേറെ സ്പോട്ടുകളിൽ ഇനിയും കുഴിച്ചുള്ള പരിശോധന നടത്തുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് തലവേദന സൃഷ്ടിക്കുന്ന കാര്യമാണ്. അതിനാൽ വിശദമായ മൊഴിയെടുപ്പിനും സാമ്പിൾ പരിശോധനകൾക്കും ശേഷം മാത്രമാകും പരിശോധന പുനരാരംഭിക്കുക. ഇതിനായി സ്വകാര്യ ഭൂമിയിൽ വീണ്ടും ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ പരിശോധന നടത്തുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, ധർമ്മസ്ഥല.